നിങ്ങളുടെ ഫോൺ ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഒന്ന് കളഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ഒരു അസ്വസ്ഥത തോന്നാറുണ്ടോ? ഫോൺ കുറച്ച് നേരം ഉപയോഗിക്കാതിരുന്നാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഇൻഫർമേഷൻ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നാറുണ്ടോ? 6 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം നിങ്ങൾ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? ഇതിനൊക്കെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണ്. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഒരു ഫോണിലേക്ക് അഡിക്റ്റ് ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ പേരും ഫോൺ അഡിക്റ്റ് ആവുന്നത്. ഇൻ്റർനെറ്റിൽ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അതേപോലെ കുറേ കണ്ടൻസും കിട്ടും. നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ കയറി നോക്കിയാൽ തന്നെ കുറേ വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലെയുള്ള എല്ലാ ആപ്സിൻ്റെയും ആൽഗോരിതം അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലക്ഷങ്ങളും കോടികളും ശമ്പളം കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ആൽഗോരിതം അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയും പണം മുടക്കി ബെസ്റ്റ് ആൽഗോരിതം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ അഡിക്റ്റായി പോകും എന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെയും മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളത് എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. യൂട്യൂബിൽ നമ്മളൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു തംബ്നെയിലും നല്ല ക്യാപ്ഷനൊക്കെ ഉള്ളൊരു വീഡിയോ കണ്ടാൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിലും അതേപോലെ തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യും. ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത വീഡിയോ കണ്ട് തീരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് കാണും. അല്ലെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നമ്മളൊരു വീഡിയോ കാണും, അടുത്ത വീഡിയോ നമ്മൾ സ്വൈപ്പ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാൻ കഴിയും. അങ്ങനെ കുറേ ഇൻഫർമേഷൻസും നല്ല ആൽഗോരിതം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി കൂടിയ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉള്ള ഡിസ്പ്ലേസും അതേപോലെ തന്നെ അതിലുള്ള കണ്ടൻസും നല്ല കളർഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ്. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് നടക്കാനും കഴിയും. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ ഓപ്പൺ ആക്കാനും കഴിയും. വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ സ്മാർട്ട് ഫോൺസിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്ലഷറിന് വേണ്ടി ഈ ഒരു ഫോൺ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്ത് എപ്പോഴും ഇത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനെയാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു അഡിക്ഷൻ കുറക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? നമ്മൾ ഈ പോയിന്റ്സിലൊരു കാര്യം പറഞ്ഞു. സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും അതേപോലെ തന്നെ അതിൽ വരുന്ന കണ്ടൻസും നല്ല കളർഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ്. ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയാൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര അട്രാക്റ്റീവ് ആയിട്ട് ഇതിലെ കണ്ടൻസ് ഒന്നും തോന്നില്ല. നമ്മൾ അത്യാവശ്യം വേണ്ട യൂസേജ് ഒക്കെ നടക്കാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ തന്നെ മതിയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുന്നവരെങ്കിലും ഒരു ഗ്രേ സ്കെയിലിൽ യൂസ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ യൂസേജ് കുറച്ചൊക്കെ കുറക്കാൻ കഴിയും. രണ്ടാമതായിട്ട് സ്മാർട്ട് ഫോൺ ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. ഈ ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് ലോങ് ആയിട്ടുള്ള പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ലോങ് ആയിട്ടുള്ള പാസ്വേഡോ അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പാറ്റേണോ നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്ന സമയത്ത് കുറച്ച് ലോങ് ആയിട്ടുള്ള പാസ്വേഡ് അടിക്കേണ്ടി വരുമെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് എടുക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ വെക്കും. അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് വെച്ച് കൊടുക്കുമ്പോഴേക്ക് ഫോൺ ഓൺ ആവുന്നുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്തിട്ട് ലോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്മാർട്ട് ഫോൺസ് വന്നത് മുതൽ നമ്മളെ പല കാര്യങ്ങളും ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. കലണ്ടർ, കാൽക്കുലേറ്റർ, ക്യാമറ, ഈവൻ ബുക്ക് വരെ നമ്മുടെ ഫോണിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിലാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഇതൊക്കെ സ്മാർട്ട് ഫോൺസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പണ്ടൊക്കെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ശരിക്കുള്ളൊരു ഫിസിക്കലായിട്ടുള്ള കാൽക്കുലേറ്ററിൻ്റെ വെർഷൻ ഉപയോഗിക്കാം. ഫോണിലാണ് പലരും ബുക്ക് വായിക്കാറുള്ളത്, ഈ ബുക്ക് ഉപയോഗിച്ചിട്ട്. അത് മാറ്റിയിട്ട് സാധാരണ ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. മിക്കവാറും എല്ലാവരും ഫോണിലാണ് അലാറം വെക്കാറുള്ളത്. ഈ അലാറം ഫോണിൽ നിന്ന് മാറ്റിയിട്ട് സാധാരണ ഒരു അലാറം ക്ലോക്കിലേക്ക് ആക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം പലരും ഈ രാവിലെ അലാറം അടിക്കുന്ന സമയത്ത് ഫോണിലത് സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫോൺ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഈ ഒരു അലാറം വെക്കുന്ന സമയത്ത് നമുക്ക് പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു ക്ലോക്കിൽ നമ്മൾ അലാറം വെക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഫോൺ ഉപയോഗിക്കാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ ആകുന്ന സമയത്ത് കുറയും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്സ് ഉപയോഗിച്ചാണ് പലരും സമയം കളയാറുള്ളത്. ഈ ഒരു ആപ്സൊക്കെ നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂസേജ് കുറയും. കാരണം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും യൂസ് ചെയ്യുക എന്നുള്ളത് ഫോൺ ഉപയോഗിക്കുന്ന അത്ര എളുപ്പമല്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ട് നടക്കാനോ ഒന്നും കഴിയില്ല. പിന്നെ നിങ്ങൾ നിർത്തേണ്ട ഒരു കാര്യം,
വെർച്വൽ ഫ്രണ്ട്സ് കുറേ പേർക്കുണ്ട്, ഓൺലൈൻ ഫ്രണ്ട്സ്. ഈ ഓൺലൈൻ ഫ്രണ്ട്സ് ഒക്കെ നല്ലതാണ്, കാരണം നമുക്കറിയാത്ത കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളും പല കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരൊക്കെ നമുക്ക് ഓൺലൈനിൽ കുറേ കാണാൻ കഴിയും. അവരുമായി കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും, നമ്മുടെ അടുത്തുള്ള അറിവുകൾ നമുക്ക് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതിനൊക്കെ നമുക്ക് ഓൺലൈൻ ഫ്രണ്ട്സിനെ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു കാര്യമില്ലാത്ത നാട്ടിലൊരു ഫ്രണ്ട്സും ഇല്ല എന്നുള്ള രീതിയിൽ അവരോടൊന്നും സംസാരിക്കാതെ ഓൺലൈനിലുള്ള ഫ്രണ്ട്സിനോട് മാത്രം ചാറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഈ ഒരു സ്വഭാവം മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിങ്ങനെ കുറേ ഓൺലൈൻ ഫ്രണ്ട്സും ഓൺലൈൻ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം ഫോണിലായിരിക്കും. അതുകൊണ്ട് ഓൺലൈൻ ഫ്രണ്ട്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ നേരിട്ട് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മുടെ ഫോൺ അഡിക്ഷൻ കുറക്കാൻ സഹായിക്കും. ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പല ആപ്ലിക്കേഷൻസും ഈ ഒരു ഫോൺ അഡിക്ഷനെ കുറക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്റ്റേ ഫ്രീ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ എത്ര ഫോൺ ഉപയോഗിച്ചു, ഒരാഴ്ചയിൽ നമ്മൾ എത്ര ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ കണക്ക് നമുക്കിതിൽ കാണാൻ കഴിയും. ഓരോ ആപ്സും എത്ര മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ കണക്ക് നമുക്ക് ഈ ഒരു ആപ്പിൽ കാണാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസേജിൻ്റെ ആക്ടിവിറ്റി നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോധം വരും, നമ്മൾ ഇത്രയും ടൈം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അധികം യൂസ് ചെയ്യേണ്ട എന്നുള്ളൊരു ഇത് നമുക്ക് വരും. അതേപോലെ ആക്ഷൻ ഡാഷ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, ഇത് കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസേജ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലോക്ക് മീ ഔട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്മളെ ഓരോ ആപ്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കും. ഏതെങ്കിലും ഒരു ഗെയിമിലോ അല്ലെങ്കിൽ ആപ്പിലോ ഒക്കെ നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ഗെയിം നമ്മൾ സെറ്റ് ചെയ്ത ടൈമിൽ കൂടുതൽ നേരം നമുക്ക് കളിക്കാൻ കഴിയില്ല. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫോണിലെ പാറ്റേൺ അല്ലെങ്കിൽ പാസ്വേഡൊക്കെ വെച്ച് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്പോഴൊന്നും നമുക്കിത് തുറക്കാൻ കഴിയില്ല. പിന്നെ തുറക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ സെറ്റ് ചെയ്ത ടൈം കഴിയണം, അല്ലെങ്കിൽ ആ ഒരു ഫോൺ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ആപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസേജ് നമുക്ക് കുറക്കാൻ കഴിയും. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു 6 hours കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ഒരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ സ്മാർട്ട് ഫോണിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബാധകമല്ല. കാരണം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ടൈം വേസ്റ്റ് അല്ല, അത് നമുക്ക് സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ആവശ്യമില്ലാതെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി 6 hours കൂടുതലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണെന്ന് തന്നെ പറയാൻ കഴിയും. ഇതാണ് നമുക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.